ഹായ് ഹലോ. ഞാനിപ്പോ തിരൂർ കേജിപ്പടിയിലുള്ള ഫിറ്റ്വെൽ ന്യൂട്രീഷൻ സെന്ററിലാണ്. അപ്പൊ നമുക്ക് അവിടെ ഒന്ന് കയറി അവരോടൊന്ന് സംസാരിച്ചു നോക്കാം. ഹായ് ഹലോ. ഹായ്. ആ എന്തൊക്കെയുണ്ട് സാർ വിശേഷങ്ങൾ? സുഖാണ്. ഓക്കെ. ഇരിക്കൂ. നമുക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം, ചോദിച്ചു മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഈ ന്യൂട്രീഷനെ പറ്റിയിട്ട് ഉള്ളത് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം. ഹലോ, നിങ്ങളെ ഒറിജിനൽ സ്ഥലവും പേരും ഒന്ന് നമ്മളെ ശ്രോതാക്കളുമായിട്ട് ഒന്ന് പരിചയപ്പെടുത്തേണ്ടിയിരുന്നു. അപ്പോ അതൊന്ന് പറയാൻ പറ്റുമോ? എൻ്റെ പേര് സാദിഖ്. ഞാൻ ഇവിടെ മലപ്പുറം ജില്ലയിൽ ബി.പി.അങ്ങാടി എന്ന സ്ഥലത്തുള്ളത്. നിങ്ങൾ ഈ മേഖലയിലേക്ക് വന്നിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? ഞാൻ ഈ മേഖലയിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു 2 വർഷത്തിന്റെ ഉള്ളിലായി. അപ്പോ ഈ ഹെർബൽ ലൈഫുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്താണ്? ഹെർബൽ ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ അറിയാം. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് ആളുകൾ ആരോഗ്യം എങ്ങനെ വീണ്ടെടുക്കാം എന്നതിനെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് എങ്ങനെ നമ്മൾക്ക് ആരോഗ്യപരമായി ഇരിക്കാം എന്നുള്ളതിനെ പറ്റി ആളുകൾക്ക് വെൽനെസ് എടുത്തു കൊടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് ഇതിന് മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതിലുപരി എനിക്കും അതിൽ നിന്നും റിസൾട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ ഇതിലേക്ക് വരാൻ പുറത്തു നിന്ന് ഒരാൾ ഇതിലേക്ക് വരികയാണ്, അവർക്ക് എന്ത് ചെയ്യണം? ഇതിലേക്ക് വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ പറ്റി ഒരു അവയർനെസ് ഇല്ല. ഏത് സമയത്ത് ഭക്ഷണം കഴിക്കണം, ഏത് സമയത്ത് ഉറങ്ങണം, എങ്ങനെയാണ് നമ്മളെ ലൈഫ് കൊണ്ടുപോകേണ്ടതെന്നൊന്നും അറിയാത്ത ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ചേഞ്ച് ചെയ്ത് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ കണക്ട് ആയി കഴിഞ്ഞാൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ചേഞ്ച് ചെയ്ത് അവരെ എങ്ങനെ ഹെൽത്ത് എടുത്ത് കൊടുക്കാം എന്നതിനെ പറ്റിയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളുമാണ് നമ്മളിവിടെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ ഇത് ഒരു അസുഖം മാറാനുള്ള മെഡിസിൻ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്? അങ്ങനെ എല്ലാ ആളുകൾക്കും ഒരു ധാരണ ഉണ്ട്. ഹെർബൽ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കൂടുതലുള്ള ആളുകൾക്ക് വെയിറ്റ് കുറക്കാം, വെയിറ്റ് കുറവുള്ള ആളുകളെ വെയിറ്റ് കൂട്ടാം. ഇത് ഒരുപാട് സംഭവത്തിലുള്ള മെഡിസിനാണ്. പക്ഷെ ഇത് ഒരിക്കലും ഒരു മെഡിസിൻ അല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ എത്തിക്സ് പ്രകാരം നമുക്ക് തെറ്റാണ്. ഒരാളുകളോട് നമ്മൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അത് നെഗറ്റീവായി ക്യാച്ച് ചെയ്യും. കാരണം നെഗറ്റീവുകൾ ഒരുപാടുള്ള യുഗത്തിൽ കൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരിക്കലും നമ്മൾ ഇത് പോസിറ്റീവ് എനർജി എടുത്ത് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ചേഞ്ച് ചെയ്യുക, നമുക്ക് ആരോഗ്യമുള്ള ഒരു പോഷകാഹാരം എങ്ങനെ നിലനിർത്താം എന്നതിനെ പറ്റിയുള്ള ഒരു ഫുഡാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കലും ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ലാത്തൊരു കൺസെപ്റ്റാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് അവരെ ഉള്ളിൽ ഇന്നർ ഓർഗൻസിൽ നടക്കുന്ന ഒരു മാറ്റമാണ് ഒരാളിൽ കൂടെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. വെയിറ്റ് കൂടുതലുള്ള ആളുകൾക്ക് കലോറി മെയിൻറ്റെയിൻ ചെയ്യാനാണ് മെയിൻ ആയിട്ട്. കലോറി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആളുകളെ എങ്ങനെ ഹെൽത്തിലേക്ക് കൊണ്ടുവരാനുള്ളതാണ് ആദ്യം ഇവിടെ എല്ലാ വെൽനസ് കോച്ചുമാരും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ വെൽനസ് കോച്ച് ആയിട്ടാണ് നമ്മളൊരു മെഡിക്കൽ ഫീൽഡിൽ പരമായിട്ടല്ല ഇതിനെ കാണുന്നത്. ഒരു വെൽനസ് കോച്ചായിട്ട് ആളുകൾക്ക് എങ്ങനെ ഹെൽത്ത് എടുത്തു കൊടുക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ നമ്മളെ കോച്ചായാലും നമ്മുടെ സീനിയർ കോച്ചുമാരായാലും നമ്മളെ മേലുള്ള ആളുകളായാലും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് എങ്ങനെ ഹെൽത്ത് എടുത്തു കൊടുക്കാം എന്നതിനെ പറ്റിയിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോ ഈ ഹെർബൽ ലൈഫിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കാം. അപ്പോൾ ഇവരുമായി ഫോണിൽ സംസാരിച്ച് ബന്ധപ്പെടാം. ഓക്കെ. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഹെർബൽ ലൈഫിനെ പറ്റി നമ്മൾ ഒരു യൂട്യൂബിൽ വന്നിരുന്നിട്ട് സംസാരിക്കലോ അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മൾ ആരോഗ്യത്തെ പറ്റി പറയാനല്ല ഇതിന്റെ മെയിൻ ആവശ്യം. നിങ്ങൾ എവിടെയാണോ വെൽനസ് സെന്ററുകൾ ഉള്ളത് അവിടെ വന്ന് നമ്മുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ പറ്റിയിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഒരുപാട് വെൽനസ് കോച്ചുമാർ ഇന്ന് അവൈലബിൾ ആണ്. അതേപോലെ അതിന് നമ്മളെ ഈ ഒരു ചാനലിൽ ഒരു മുന്നിട്ടിറങ്ങിയ ഒരു യൂട്യൂബ് ചാനലിൽ
നിങ്ങളെല്ലാവരും ഈ ചാനൽ കാണുക, അത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മറ്റുള്ളവരിലേക്ക് വീണ്ടും ഇതിനെ ക്ലാസ്സുകളും കാര്യങ്ങളും ഇതിൽ വീണ്ടും വീണ്ടും ക്ലാസ് ഇടുന്നതാണ് ഇതിനെ പറ്റിയിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാനുള്ള അവസരം കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിൽ എനിക്ക് എത്താൻ സാധിക്കട്ടെ എന്ന്. അപ്പോ ഓക്കെ, വേറൊരു വീടുമായിട്ട് വേറൊരു ദിവസം വരാം. അപ്പോൾ ന്യൂട്രീഷൻ ക്ലബിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു വിവരണമായിരുന്നു. അപ്പോൾ വിവരിച്ചു തന്നത് സാദിഖ് പറശ്ശേരി. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ അവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യണം. ഹെൽത്തിനെ പറ്റി എങ്ങനെ നമുക്ക് ഒരു ഭംഗിയായിട്ട് ഈ ഹെൽത്ത്, അതായത് നമ്മളെ ശരീരം ആരോഗ്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് നമുക്ക് അവരുമായിട്ട് സംസാരിക്കാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും